സഹാബികളോടൊപ്പം ഭാഗം 11. അബൂദർദാ റളിയല്ലാഹു അൻഹു. ശരിയായ പേര് ഉവൈമിർ, പിതാവ് സയ്യിദ് ഇബ്നു ഖൈസ്, സ്വദേശം മദീന, ഗോത്രം ഖസ്റജ്, മരണം ഹിജ്റ 32 ദമാസ്കസിൽ. അബൂദർദാ എന്ന പേരിൽ പ്രസിദ്ധനായ ഉവൈമിറുൽ ഖസ്റജി പതിവ് പോലെ അന്നും അതിരാവിലെ ഉണർന്നു. വീട്ടിൽ ആദരപൂർവം സൂക്ഷിച്ച വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് തൊഴുതു. തന്റെ വലിയ സുഗന്ധ ദ്രവ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുവന്ന മേത്തരം സുഗന്ധം അതിന് തെളിക്കുകയും യമനിൽ നിന്ന് തലേ ദിവസം വന്ന വ്യാപാരി സമ്മാനിച്ച മുന്തിയ പട്ടുതുണി അതിന് ചാർത്തുകയും ചെയ്ത ശേഷം അദ്ദേഹം കടയിലേക്ക് നടന്നു. വഴിയിൽ ബദറിൽ നിന്ന് തിരിച്ചു വരുന്ന മുസ്ലിങ്ങളുടെ സംഘത്തെ കണ്ടു. അവരുടെ മുന്നിലായി ഖുറൈശി തടവുകാരുമുണ്ട്. അബൂദർദാ അവർക്ക് വഴിമാറിക്കൊടുത്തു. പിന്നീട് അദ്ദേഹം ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട മുസ്ലിം ഭടനെ സമീപിച്ച് അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ വിവരങ്ങൾ അന്വേഷിച്ചു. ബദർ യുദ്ധത്തിൽ ആവേശപൂർവം പടപൊരുതിയ ഇബ്നു റവാഹ സുരക്ഷിതനായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സമാധാനമായി. അബ്ദുല്ലാഹി ഇബ്നു റവാഹയും അബൂദർദാവും തമ്മിലുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് ആ മുസ്ലിം ഭടന് അത്ഭുതം തോന്നിയില്ല. അവർ കൂട്ടുപിരിയാത്ത സ്നേഹിതന്മാരാണ്. ഇസ്ലാമിന്റെ ആഗമനത്തോടെ ഇബ്നു റവാഹ മുസ്ലിമായി. അബൂദർദാ പഴയ ആചാരത്തിൽ തന്നെ പിടിച്ചു നിന്നുവെങ്കിലും അവരുടെ ചിരകാല മൈത്രി തകർന്നിരുന്നില്ല. ഇബ്നു റവാഹ അബൂദർദാഇനെ സന്ദർശിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും മുശ്രിക്കായി ജീവിതം പാഴാക്കുന്നതിൽ ഖേദം പ്രകടിപ്പിക്കലും പതിവാണ്. അബൂദർദാ കടയിൽ വ്യാപൃതനായി. ഈ സമയം വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉറച്ച തീരുമാനത്തോടെ അബൂദർദാഇന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കോലായിയിൽ കണ്ട വീട്ടുകാരിയോട് അദ്ദേഹം അബൂദർദാഇനെ അന്വേഷിച്ചു. കടയിൽ പോയതാണെന്നും ഉടനെ എത്തുമെന്നും മറുപടി കിട്ടി. ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് സമ്മതമാണോ? ഇബ്നു റവാഹ ചോദിച്ചു. വീട്ടുകാരി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് ഇരുത്തി. എന്നിട്ട് അവർ അകത്തുപോയി ജോലികളിൽ മുഴുകി. ഈ തക്കം നോക്കി അദ്ദേഹം അബൂദർദാഇന്റെ പ്രാർത്ഥനാമുറിയിൽ പ്രവേശിച്ച് താൻ കൊണ്ടുവന്ന വെട്ടുകത്തി കൊണ്ട് വിഗ്രഹത്തെ തുണ്ടം തുണ്ടമാക്കി. അള്ളാഹു ഒഴിച്ചുള്ള പ്രാർത്ഥനാ വസ്തുക്കൾ നിരർത്ഥകങ്ങളാണ് എന്നിങ്ങനെ തത്സമയം അദ്ദേഹം ആത്മഗതം ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ സംരംഭം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സ്ഥലം വിട്ടു. പൂജാമുറിയിൽ പ്രവേശിച്ച അബൂദർദാഇന്റെ ഭാര്യ സ്തംഭിച്ചുപോയി. വിഗ്രഹം ചിന്നിച്ചിതറിക്കിടക്കുന്നു. ഇബ്നു റവാഹ, താങ്കൾ എന്നെ ചതിച്ചു, നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ മുഖത്തടിച്ച് നിലവിളിച്ചു. അല്പം കഴിഞ്ഞ് അബൂദർദാ എത്തി. ഭാര്യ വാവിട്ട് കരയുന്നതാണ് കണ്ടത്. എന്തോ അപകടമുണ്ടെന്ന് അവരുടെ മുഖഭാവം വിളിച്ചോതുന്നു. എന്താണ് കാര്യം? അബൂദർദാ തിരക്കി. താങ്കൾ ഇല്ലാത്ത സമയത്ത് താങ്കളുടെ സ്നേഹിതൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഇവിടെ വന്ന് വിഗ്രഹത്തെ ചെയ്ത പണി കണ്ടില്ലേ? ഭാര്യ അറിയിച്ചു. അദ്ദേഹം ബിംബത്തെ നോക്കി. അത് തരിപ്പണമായി കിടക്കുന്നു. അബൂദർദാഇന് അപ്പോഴുണ്ടായ കോപം ചില്ലറയല്ല. ഇബ്നു റവാഹയോട് പകരം ചോദിക്കണമെന്ന് മനസ്സിൽ കരുതി. പക്ഷേ നിമിഷങ്ങൾക്കകം കോപം കെട്ടടങ്ങിയപ്പോൾ സംഭവത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇவ்விதം ആത്മഗതം ചെയ്തു. ഈ വിഗ്രഹത്തിന് വല്ല കഴിവുമുണ്ടായിരുന്നുവെങ്കിൽ ആപത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ. അനന്തരം അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു റവാഹയെയും കൂട്ടി തിരുമേനിയുടെ സന്നിധിയിൽ പോവുകയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പരിവർത്തനം അബൂദർദാഇനെ സംബന്ധിച്ചിടത്തോളം സമൂലമായിരുന്നു. സത്യവിശ്വാസം അദ്ദേഹത്തിന്റെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേർന്നു. തനിക്കു പാഴായ നന്മകളോർത്ത് അദ്ദേഹം വിഷാദിച്ചു. തിരുനബിയുടെ ശിഷ്യന്മാർ ഇതിനകം മതകാര്യങ്ങളിൽ അവഗാഹം നേടുകയും പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ആരാധനയിലും ഭക്തിയിലും ബഹുദൂരം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ രാപ്പകൽ കഠിനാധ്വാനത്തിലൂടെ നഷ്ടം നികത്തി സഹപ്രവർത്തകന്മാരുടെ ഒപ്പമെത്താൻ അദ്ദേഹം ദൃഢപ്രതിജ്ഞയെടുത്തു. ഒരു യോഗ്യവര്യന്റെ സഹനശക്തിയോടെ ആരാധനയിലും ദാഹവിവശന്റെ ആർത്തിയോടെ ജ്ഞാനസമ്പാദനത്തിലും അബൂദർദാ ഏർപ്പെട്ടു.
ചടഞ്ഞിരുന്ന് അദ്ദേഹം ഖുർആൻ ഹൃദിസ്ഥമാക്കുകയും അതിന്റെ അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തു. കച്ചവടം ആരാധനയുടെ ആസ്വാദ്യതയെ നശിപ്പിക്കുന്നുവെന്നും ജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്നും കണ്ട നിമിഷം അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം മടിച്ചില്ല. ഇതിനെപ്പറ്റി ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം ഇതായിരുന്നു: നബിയോട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഞാൻ വ്യാപാരിയായിരുന്നു. ഞാൻ മുസ്ലിമാവുകയും വ്യാപാരത്തെയും ആരാധനയെയും യോജിപ്പിച്ചു കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ എന്റെ ഉദ്ദേശം നടക്കാതെ വന്നു. തന്മൂലം ഞാൻ വ്യാപാരം ഉപേക്ഷിച്ച് ആരാധനയിൽ ഏർപ്പെട്ടു. അബൂദർദാഇന്റെ ആത്മാവിന്റെ ഉടമയായ അള്ളാഹുവാണ് സത്യം. പള്ളി കവാടത്തിനടുത്ത് എനിക്ക് ഒരു കടയുണ്ടാവുകയും ജമാഅത്തായുള്ള നമസ്കാരത്തിന് വിഘ്നം വരാതെ ഞാൻ അവിടെ ഇരുന്ന് കച്ചവടം നടത്തി നിത്യം 400 സ്വർണ്ണ നാണ്യം ലാഭമുണ്ടാക്കുകയും ചെയ്താൽ പോലും ഞാൻ ഇന്ന് സംതൃപ്തനല്ല. ചോദ്യകർത്താവിനെ നോക്കി അദ്ദേഹം തുടർന്നു: അള്ളാഹു കച്ചവടം ഹറാമാക്കി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വ്യാപാരവും വിൽപ്പനയും ദൈവസ്മരണയിൽ നിന്ന് വിമുഖരാക്കാത്തവരുടെ കൂട്ടത്തിൽപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കച്ചവടം മാത്രമല്ല, ദുനിയാവും അതിലെ സുഖാഡംബരങ്ങളും അബൂദർദാ വർജിച്ചു. ജീവൻ നിലനിർത്താൻ ഒരു പിടി പരുക്കൻ ഭക്ഷണവും മാനം മറക്കാൻ കട്ടിയുള്ള ഒരു വസ്ത്രവും കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടു. കഠിന തണുപ്പുള്ള ഒരു രാത്രി അബൂദർദാഇന് ചില വിരുന്നുകാർ വന്നു. അവർക്ക് അദ്ദേഹം ചൂടുള്ള ഭക്ഷണം നൽകി. പുതപ്പ് കൊടുത്തില്ല. ഉറങ്ങാൻ നേരമായപ്പോൾ പുതപ്പ് വിരുന്നുകാരുടെ ചർച്ചാ വിഷയമായി. താൻ പോയി പുതപ്പ് ചോദിക്കാമെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. മറ്റുള്ളവർ വിലക്കിയെങ്കിലും അത് വകവെക്കാതെ അയാൾ പോയി. അബൂദർദാഇന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അദ്ദേഹം കിടക്കുന്നതാണ് കണ്ടത്. ഭാര്യ അടുത്ത് ഇരിക്കുന്നുണ്ട്. തണുപ്പ് തടുക്കാത്ത ഒരു നേരിയ തുണിയാണ് അദ്ദേഹം പുതച്ചിട്ടുള്ളത്. ഞങ്ങൾ കിടക്കുന്നത് പോലെ നിങ്ങളും കിടക്കുന്നല്ലോ, നിങ്ങളുടെ സാമഗ്രികൾ എവിടെ എന്ന് വിരുന്നുകാരൻ ചോദിച്ചു. അബൂദർദാ പ്രകാരം മറുപടി നൽകി: ഞങ്ങൾക്ക് മറ്റൊരു വീടുണ്ട്. കിട്ടുന്ന സാമഗ്രികളൊക്കെ അവിടേക്ക് അയക്കുകയാണ്. ഈ വീട്ടിൽ വല്ലതും ശേഷിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതിരിക്കില്ല. മറ്റേ വീട്ടിലേക്കുള്ള വഴിയിൽ ദുർഗമമായ ഒരു പർവ്വതമുണ്ട്. ഭാരം കൂടുന്നതിനേക്കാൾ കുറയുന്നതാണ് നല്ലത്. അതിനാൽ യാത്ര സുഖകരമാക്കാൻ ഭാരം കുറക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്നിട്ട് അദ്ദേഹം തന്റെ അതിഥിയോട് ചോദിച്ചു: മനസ്സിലായോ? മനസ്സിലായി, താങ്കൾക്ക് നന്മ വരട്ടെ. അയാൾ മറുപടി പറഞ്ഞു. ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് അബൂദർദാഇനെ ഷാമിലെ ഗവർണറാക്കാൻ ഖലീഫ ഒരു വിഫല ശ്രമം നടത്തി. നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഖുർആനും നബിചര്യയും പഠിപ്പിക്കാനും നമസ്കാരത്തിന് നേതൃത്വം നൽകാനും ഞാൻ പോകാം. ഉമർ സമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം ദമസ്കസിലേക്ക് പോയി. അവിടുത്തെ കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ജനങ്ങൾ ഭൗതികാഡംബരങ്ങളിൽ മതിമറന്ന് കഴിയുന്നു. അദ്ദേഹം അവരെ പള്ളിയിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് പ്രസംഗിച്ചു: ദമാസ്കസുകാരെ, നിങ്ങൾ മതത്തിൽ എന്റെ സഹോദരന്മാരാണ്. എന്റെ ഉപദേശം നിങ്ങൾ ചെവിക്കൊള്ളണം. അതിന് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞാൻ കാക്ഷിക്കുന്നില്ല. എന്റെ ദൈനംദിന ചെലവുകളും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്റെ സതുപദേശം കൈക്കൊണ്ടാൽ മാത്രം മതി. നിങ്ങളുടെ പണ്ഡിതന്മാർ മരിക്കുന്നു, പാമരന്മാർ പഠിക്കുന്നുമില്ല. അള്ളാഹു കനിഞ്ഞേകിയ ഭൗതിക വസ്തുക്കളെ നിങ്ങൾ വാരിപ്പുണരുന്നു. അവന്റെ ശാസനകൾ കൈവെടിയുകയും തിന്നാൻ കഴിയാത്തത് നിങ്ങൾ ശേഖരിക്കുന്നു. വസിക്കാൻ കഴിയാത്തത് നിങ്ങൾ പണിയുന്നു. അപ്രാപ്യമായവയെ നിങ്ങൾ ആശിക്കുന്നു. നിങ്ങളുടെ പൂർവികന്മാർ ശേഖരിക്കുകയും ആശിക്കുകയും ചെയ്തിരുന്നു. അതനുഭവിക്കാൻ കഴിയാതെ അവർ മണ്ണടിഞ്ഞു. അവരുടെ ആശകൾ വ്യർത്ഥമായി. അവരുടെ വസതികൾ ശ്മശാനങ്ങളായി. സ്വത്തുകൊണ്ടും സന്തതികളെ കൊണ്ടും ഭൂമി നിറച്ച ആദി ജനതയുടെ അനുഭവം എന്തായി? അവരുടെ അവശിഷ്ടങ്ങൾ 2 ദിർഹമിന് ഇന്ന് നിങ്ങൾ ആരെങ്കിലും വാങ്ങുമോ? ശ്രോതാക്കൾ കരഞ്ഞു. അവരുടെ തേങ്ങലുകൾ പള്ളിയുടെ ഭിത്തികളെ ഭേദിച്ച് പരിസരമാകെ മുഴങ്ങി. അന്നു തൊട്ട് അബൂദർദാ ദമാസ്കസിൽ പള്ളികളിലും സദസ്സുകളിലും അങ്ങാടികളിലും ചുറ്റി നടന്ന് കാണുന്നവരെയെല്ലാം ഗുണദോഷിക്കാനും അവരിൽ മതബോധവും മതജ്ഞാനവും പകരാനും തുടങ്ങി. കിട്ടുന്ന ഒരവസരവും അദ്ദേഹം പാഴാക്കിയില്ല. ഒരിക്കൽ ഒരാളെ ജനങ്ങൾ വളഞ്ഞു ശകാരിക്കുന്നതും തല്ലുന്നതും കണ്ട അബൂദർദാ ആൾക്കൂട്ടത്തിൽ ചെന്ന് അന്വേഷിച്ചു: എന്താണ് കാര്യം? ഇവൻ ഒരു മഹാപാതകം ചെയ്തു. കിണറ്റിൽ വീണാൽ ഇവനെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയില്ലേ? അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും. ഇവനെ നിങ്ങൾ അടിക്കുകയും ശകാരിക്കുകയുമല്ല വേണ്ടത്, ഗുണദോഷിക്കുകയും ബോധവാനാക്കുകയും ചെയ്യുക. അതോടൊപ്പം അത്തരം തെറ്റിൽപ്പെടാതെ നിങ്ങളെ കാത്തുസൂക്ഷിച്ച അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യുക.
താങ്കൾക്ക് ഇവനോട് രോഷമില്ലേ? ഇവന്റെ ചെയ്തിയോടാണ് എനിക്ക് രോഷം. അത് വർജിച്ചാൽ ഇവൻ എന്റെ സഹോദരനായി. ഇത് കേട്ട് ആ മനുഷ്യൻ കരയുകയും പരസ്യമായി പശ്ചാത്തപിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ഒരു യുവാവ് അബൂദർദാഇനെ സമീപിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടു: പ്രവാചകവര്യന്റെ സഹചാരിയായ അങ്ങ് എനിക്ക് ഉപദേശം നൽകിയാലും. അദ്ദേഹം ഉപദേശിച്ചു: കുട്ടി, സുഖത്തിൽ നീ അള്ളാഹുവിനെ ഓർക്കുക, എങ്കിൽ ദുഃഖത്തിൽ അവൻ നിന്നെ ഓർക്കും. കുട്ടി, നീ പണ്ഡിതനോ വിദ്യാർത്ഥിയോ ശ്രോതാവോ ആയിരിക്കണം, ഒരിക്കലും അജ്ഞനാവരുത്. അജ്ഞനായാൽ നീ നശിക്കും. കുട്ടി, പള്ളി നിന്റെ വസതിയായിരിക്കട്ടെ. പള്ളികൾ ഭക്തന്മാരുടെ വസതിയാണെന്ന് നബി തിരുമേനി പ്രസ്താവിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പള്ളികളെ വസതികളാക്കുന്നവർക്ക് സുഖവും മനസ്സംതൃപ്തിയും കാരുണ്യവും വിജയത്തിലേക്കുള്ള സുഖയാത്രയും അള്ളാഹു ഉറപ്പു നൽകിയിട്ടുണ്ട്. പൊതുവഴിയിലിരുന്ന് വെടിപറയുകയും വഴിപോക്കരെ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാരെ സമീപിച്ച് അബൂദർദാ പറഞ്ഞു: കുട്ടികളെ, മുസ്ലിമിന്റെ രക്ഷാഗ്രഹം അവന്റെ ഭവനമാണ്. ശരീരവും കണ്ണും അവിടെ ഒതുങ്ങിയിരിക്കണം. അങ്ങാടികളിൽ നിങ്ങൾ ഇരിക്കരുത്. അത് നിങ്ങളെ അലസരും അധമരുമാക്കും. അബൂദർദാഇന്റെ ദമാസ്കസിലെ താമസക്കാലത്ത് അദ്ദേഹത്തിന്റെ മകളെ ഗവർണർ മുആവിയയുടെ മകനായ യസീദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശവുമായി ആളെ അയച്ചു. അദ്ദേഹം അത് തള്ളിക്കളയുകയും മകളെ മതനിഷ്ഠയും സൽസ്വഭാവമുള്ള ഒരു സാധാരണക്കാരന് വിവാഹം കഴിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. ഇത് ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായി. ഇതിന്റെ കാരണം തിരക്കിയവരോട് അബൂദർദാ പറഞ്ഞു: അബൂദർദാഇന്റെ മകളുടെ ഭാവിയാണ് ഞാൻ ഇക്കാര്യത്തിൽ ഓർത്തത്. കണ്ണഞ്ചിക്കുന്ന കൊട്ടാരത്തിൽ തോഴിമാരുടെയും പരിചാരകന്മാരുടെയും നടുവിൽ സുഖലോലുപയായി ജീവിക്കുമ്പോൾ അബൂദർദാഇന്റെ മതം എവിടെയെത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഷാമിലെ സ്ഥിതി നേരിട്ട് മനസ്സിലാക്കാൻ ഖലീഫ ഉമർ ഒരു പര്യടനം നടത്തി. കൂട്ടത്തിൽ അദ്ദേഹം തന്റെ സ്നേഹിതൻ അബൂദർദാഇന്റെ വീട് സന്ദർശിച്ചു. വാതിലിൽ തള്ളി. അത് പൂട്ടിയിരുന്നില്ല. അകത്ത് കടന്നപ്പോൾ എങ്ങും വെളിച്ചമില്ല. കൂരിരുട്ട്. കാലച്ച കേട്ട് അബൂദർദാ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. ഇരുട്ടത്ത് ഇരുവരും സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് ഉമർ അദ്ദേഹത്തിന്റെ തലയിണ പിടിച്ചു നോക്കി. ഒട്ടകപ്പുറത്ത് ഇരിക്കാനിടുന്ന തുണിയായിരുന്നു അത്. മെത്ത തൊട്ടു നോക്കിയപ്പോൾ പൂഴിയാണ്. ദമാസ്കസിലെ കൊടും തണുപ്പിന് യോജിക്കാത്ത ഒരു നേരിയ തുണിയാണ് പുതപ്പ്. ഈ സമയം ഖലീഫ ഉമർ പറഞ്ഞു: അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ താങ്കൾക്ക് ആവശ്യമുള്ള വീട്ടു സാമഗ്രികൾ അയച്ചു തന്നില്ലേ? അബൂദർദാഇന്റെ മറുപടി: നബി നമ്മോട് പറഞ്ഞത് ഉമർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? ദുനിയാവിൽ നിങ്ങളുടെ ഓഹരി ഒരു സഞ്ചാരിയുടെ ഭക്ഷണപ്പൊതി പോലെ ആയിരിക്കണമെന്ന് തിരുമേനി പറയുകയുണ്ടായില്ലേ? ശരിയാണ്. എന്നാൽ തിരുമേനിയുടെ കാലശേഷം നാം എന്താണ് ചെയ്തത് ഉമറെ? ഉമറുൽ ഫാറൂഖ് കരഞ്ഞു. അബൂദർദാവും. കണ്ണീരിൽ കുതിർന്ന അവരുടെ സംഭാഷണം സുബഹ് വരെ നീണ്ടുനിന്നു. അബൂദർദാഇന് കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയോട് ഒരാൾ ചോദിച്ചു. ചിന്തിച്ച് സത്യം കണ്ടെത്തലാണെന്നായിരുന്നു അവരുടെ മറുപടി. സുഹൃദ്ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് കഥാപുരുഷൻ ഇപ്രകാരം പറയാറുണ്ട്: 1 മണിക്കൂർ ചിന്തിക്കുന്നത് ഒരു രാത്രി മുഴുവൻ ആരാധിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഭൗതിക ജീവിതത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ചാണ് അബൂദർദാ അധികം ചിന്തിച്ചത്. കൈകൊണ്ടും നെഞ്ചുകൊണ്ടും ദുനിയാവിനെ അദ്ദേഹം തടഞ്ഞു നിർത്തി. ദുനിയാവ് വെടിയാത്തവന് ദുനിയാവില്ല എന്ന അദ്ദേഹത്തിന്റെ സാരോപദേശം അഗാധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഹൃദയ ശൈഥില്യത്തിൽ നിന്ന് അള്ളാഹുവേ എന്നെ രക്ഷിക്കണേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അത്. ഹൃദയ ശൈഥില്യത്തിന്റെ വിവക്ഷ എന്താണെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: എല്ലാ താഴ്വരയിലും എനിക്ക് സ്വത്തുണ്ടാവൽ. സ്വത്ത് മനുഷ്യന്റെ ഏകാഗ്രതയെ നശിപ്പിക്കുമെന്നും ഭൗതിക ചിന്തകളിൽ വ്യാപൃതമാക്കുമെന്നും സാരം. നീ നല്ലതേ തിന്നാവൂ, നല്ലതേ സമ്പാദിക്കാവൂ, നല്ലതേ നിന്റെ വീട്ടിൽ കടത്താവൂ അബൂദർദാ ഉപദേശിക്കുന്നു. ഇവിടെ നല്ലത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമാനുസൃതം സമ്പാദിച്ചത് എന്നാണ്. അബൂദർദാഇന്റെ ചില സാരോപദേശങ്ങൾ കൂടി കേൾക്കുക. ഭക്തന്റെ കടുകുമണി തൂക്കം പുണ്യം സുഖലോലുപന്റെ പർവ്വതങ്ങളോളം വരുന്ന ഇബാദത്തിനേക്കാൾ ഫലപ്രദവും ഭാരം തൂങ്ങുന്നതുമാണ്. പണ്ഡിതനാവാതെ നിങ്ങൾക്ക് ഭക്തനാവാൻ കഴിയില്ല. പ്രവർത്തിക്കാത്ത അറിവ് കൊണ്ട് മഹത്വം കിട്ടുകയില്ല. അന്യരെ ദ്രോഹിക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു. അള്ളാഹുവിനോടല്ലാതെ ആശ്രയം തേടാനില്ലാത്ത നിരാലംബരെ ദ്രോഹിക്കുന്നത് ഞാൻ കൂടുതൽ വെറുക്കുന്നു. ജീവിതത്തിൽ ഇത്രയധികം സൂക്ഷ്മതയും ആദർശനിഷ്ഠയും പാലിച്ച അബൂദർദാഇന്റെ അന്ത്യരംഗം കൂടി കാണുക. ആസന്ന മരണനായ അദ്ദേഹത്തോട് സുഹൃത്തുക്കൾ:
താങ്കളെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. എന്റെ പാപങ്ങൾ എന്നായിരുന്നു ഉത്തരം. താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് കൂടി അവർ ആരാഞ്ഞു. എന്റെ നാഥന്റെ മാപ്പ് അബൂദർദ അറിയിച്ചു. അനന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് ചൊല്ലിത്തരാൻ അദ്ദേഹം സന്ദർശകരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഉത്തമ വചനം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം ആഴ്ചപ്പതിപ്പിന്റെ കേൾവിയിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 0017155594333787.